നമസ്കാരം. ഇന്ത്യയിലെ ചെറുകാർ വിഭാഗത്തിൽ വിപ്ലവം തീർത്ത മോഡലായിരുന്നു റെനോ ക്വിഡ്. രാജ്യത്തെ എൻട്രി ലെവൽ സെഗ്മെന്റിൽ മാരുതി ഓൾട്ടോ അരങ്ങുവാനിരുന്ന സമയത്താണ് ഈ ഒരു വാഹനത്തിന്റെ വരവ്. എങ്കിലും ചെറുകാറുകളുടെ സങ്കല്പം തന്നെ പൊളിച്ചെഴുതാൻ ഈ ഒരു ഫ്രഞ്ച് വണ്ടിക്ക് സാധിച്ചിട്ടുണ്ട്. രൂപത്തിലായാലും ഭാവത്തിലായാലും ഫീച്ചറുകളിലായാലും മാരുതി കാറുകളെ നാണിപ്പിക്കുന്ന വിധത്തിലായിരുന്നു കിഡ് അന്ന് പണികഴിപ്പിച്ചിരുന്നത്. ഡസ്റ്ററിന് ശേഷം ഇന്ത്യക്കാർ ഇത്രയേറെ സ്നേഹിച്ച മറ്റൊരു റെനോ വാഹനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയകരമാണ്. പക്ഷെ കാലത്തിനൊത്ത് ട്രെൻഡ് മാറിയതോടെ എ സെഗ്മെന്റ് കാറുകളോടൊന്നും തന്നെ ആളുകൾക്ക് കാര്യമായി താല്പര്യം ഇല്ലാതെയായി. അതോടെ പതിയെ ക്വിഡിന്റെ വിൽപ്പനയും ഇടിയാൻ കാരണമായി. പിന്നെ റെനോയ്ക്ക് പഴയ പ്രതാപം ഇല്ല എന്നതും സർവീസ് വിഷയവും എല്ലാം തന്നെ മോഡൽ നിരയെ ആകെ ബാധിക്കുകയായിരുന്നു. അങ്ങനെ അധികമാരും ക്വിഡ് വാങ്ങാനും എത്താതെയായി. എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി റെനോയുടെ ചെറുകാർ വിൽപ്പനയിൽ പുരോഗതി ഉണ്ട് എന്നതാണ് രസകരമായ കാര്യം. ഏതൊക്കെ SUV വന്നാലും സാധാരണക്കാർക്ക് പ്രിയം ഹാച്ച് ബാക്കുകളോടാണെന്നതിന് തെളിവ് കൂടിയാണത്. കുറഞ്ഞ വില, നല്ല മൈലേജ്, ഓടിക്കാനുള്ള എളുപ്പം, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവർക്ക് ഈ ഒരു ഹാച്ച് ബാക്കുകളെ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായി മാറി. നല്ല ഒന്നാന്തരം മോഡലാണ് റെനോ ക്വിഡ്. അതുകൊണ്ട് തന്നെ അടുത്തിടെയായി വിൽപ്പനയിൽ വരുന്ന വളർച്ച ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. 2024 ഡിസംബറിൽ ക്വിഡിന്റെ മൊത്തം വിൽപ്പന 628 യൂണിറ്റ് ആയിരുന്നു. ഇത് കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 13.06% വിൽപ്പന വളർച്ചയിലേക്കാണ് ക്വിഡിനെ എത്തിച്ചിരിക്കുന്നത്. 2024 നവംബറിൽ എൻട്രി ലെവൽ സെഗ്മെന്റ് മോഡലിന്റെ 546 യൂണിറ്റുകളായിരുന്നു റെനോയ്ക്ക് വിറ്റഴിക്കാൻ സാധിച്ചിരുന്നത്. അതേസമയം 2024 ഒക്ടോബറിൽ 706 യൂണിറ്റുകൾ നിരത്തിലെത്തിച്ചപ്പോൾ സെപ്റ്റംബറിൽ 691 യൂണിറ്റും ഓഗസ്റ്റിൽ 634 യൂണിറ്റും കഴിഞ്ഞ വർഷം ജൂലൈയിൽ 565 യൂണിറ്റുമായിരുന്നു ക്വിഡിന്റെ വിൽപ്പന. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സ്ഥിരമായി 500 യൂണിറ്റുകൾക്ക് മുകളിൽ വിൽക്കാൻ ഇതിന് സാധിക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യൻ വിപണിയിൽ വെറും 4,70,000 രൂപയ്ക്ക് റെനോ ക്വിഡ് സ്വന്തമാക്കാൻ സാധിക്കും. ഹാഷ് ബാക്കിന്റെ എൻട്രി ലെവൽ വേരിയന്റിന്റെ വിലയാണിത്. അതേസമയം ഈ ഒരു മോഡലിന്റെ ടോപ്പ് വേരിയന്റ് 6,45,000 രൂപയ്ക്കും വീട്ടിലെത്തിക്കാൻ സാധിക്കുന്നതാണ്. കുറഞ്ഞ വിലയിലുള്ള കാറാണെങ്കിലും 8 ഇഞ്ച് ടച്ച് സ്ക്രീന്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, കീലെസ് എൻട്രി തുടങ്ങിയ സവിശേഷതകളാൽ സമ്പന്നമാണ് ഈ ഒരു വാഹനം. മുൻപ് 800cc, 1.0 ലിറ്റർ എന്നിങ്ങനെ 2 പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിൽ ലഭ്യമായിരുന്നുവെങ്കിലും നിലവിൽ 1.0 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളിൽ മാത്രമാണ് റെനോയുടെ എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു 999cc 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 67 bhp പവറിൽ 91 Nm ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ് ഓപ്ഷനുകളിലും ഈ ഒരു കാർ വാങ്ങാൻ സാധിക്കും. ഡ്യുവൽ എയർ ബാഗുകൾ, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, സ്പീഡ് അലേർട്ട് സിസ്റ്റം, റിയർ പാർക്കിംഗ് സെൻസറുകൾ, ആന്റി ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നിവ പോലുള്ള സേഫ്റ്റി ഫീച്ചറുകളെല്ലാം ക്വിഡിനൊപ്പം സ്റ്റാൻഡേർഡായി തന്നെ റെനോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മറ്റ് ഫീച്ചറുകളുടെ കാര്യത്തിലും കൊടുക്കുന്ന വിലയ്ക്കുള്ള സംവിധാനങ്ങൾ ഫ്രഞ്ച് ബ്രാൻഡ് ഈ ഒരു ചെറുകാറിൽ ഒരുക്കിയിട്ടുണ്ട്. RXC, RXL, നൈറ്റ് ഡേ എഡിഷൻ, RXT, ക്ലൈംബർ എന്നിങ്ങനെ വ്യത്യസ്ത വേരിയന്റുകളിലും നിങ്ങൾക്ക് ഈ ഒരു വാഹനം വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിലെ എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ മാരുതി സുസുക്കി, ഓൾട്ടോ, കേട്ടൻ, എസ്പ്രസോ എന്നിവ പോലുള്ള വമ്പന്മാരുമായിട്ടാണ് ക്വിഡ് പ്രധാനമായും മത്സരിക്കുന്നത്. മാരുതിക്ക് പകരം എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കണ്ണും പൂട്ടി റെനോ ക്വിഡ് വാങ്ങാൻ സാധിക്കുന്നതാണ്.